കർത്താവിൽ പ്രിയരെ പ്രൈസലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം മുതൽ ഇപ്രകാരം പറയും. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രൈസലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് അടുത്ത പത്രോസിനോട് പറയാം, ഇത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. ഇത് റവലേഷൻ. യേശു ദൈവമാണ് എന്നുള്ള വെളിപ്പാട് ആ വ്യക്തിയിൽ ജീവനാകാത്തിടത്തോളം കാലം അത് വെറും ഒരു ദൈവം മാത്രമാണ്. എന്നാൽ യേശു യഥാർത്ഥത്തിൽ ദൈവമാണ് എന്ന് വെളിപ്പാട് മുഖാന്തരം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നെവർ ബി ദ സെയിം. അത് പഴയതുപോലെ ആവത്തില്ല. കാരണം നിങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഈ വാക്ക് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ റവലേഷൻ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾ യേശുവിനെ ദൈവമായി ഏറ്റുപറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ദൈവങ്ങളിലെ ഒരു ദൈവമല്ല യേശു ദൈവമാണ്. ഇതേ ദൈവം നമ്മളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ വസിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങൾ രോഗത്തിലോ ശാപത്തിലോ ബന്ധനത്തിലോ ഈവൻ നിങ്ങളുടെ തകർച്ചയിലോ പോലും ഇനി കിടക്കാൻ പാടുള്ളതല്ല. കാരണം ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തൻ്റെ ക്രൂശ് മരണം വഴി അതിൽ നിന്നെല്ലാം രക്ഷിക്കുകയും വചനം പറയുന്നു, വിശ്വാസം മുഖാന്തരം ഇപ്പോൾ ആ രക്ഷ നമ്മളുടെ മേൽ കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തകർന്ന് കിടക്കേണ്ടവരല്ല, പകരം നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ, നിങ്ങൾ സമാധാനത്തോടെ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരാകുന്നു. കാരണം ദൈവമായ യേശു നമ്മളിൽ വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ.